നമുക്ക് കുറച്ച് പർച്ചേസിങ് ഉണ്ട്. എങ്ങോട്ടാ പോണേ? അടുക്കളയിൽ ഗ്യാസ് സ്റ്റോവനമാ അവൾക്ക് ഒതുങ്ങിയ ടൈപ്പാ. അമ്മ നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ ബ്ലാക്ക്? പസുത ഉറക്കത്തുനിന്ന് എണീറ്റേൻ്റെ നല്ല വാശി കാട്ടിയിരിക്കുന്നുണ്ട്. പോവല്ല സാ. അപ്പം ഞങ്ങളിതാ ഈവനിങ് ആയപ്പം പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. എങ്ങോട്ടാ പോകുന്നേ? പപ്പൻ്റെ കൊണ്ടോട്ടിക്കാ. അമ്മമാൻ്റെ എനർജി ഡ്രിങ്ക് കുടിക്കുന്നുണ്ട്. കഞ്ഞിവെള്ളമാണ് കേട്ടോ. നല്ല എനർജി ഉണ്ടാവും. അസുഖം ശക്തി കൂടുന്ന മരുന്ന് അമ്മമ്മ കൊടുക്കണം അവന് അല്ലേ? അപ്പോൾ ഇതാ നമ്മൾ ഈവനിങ് ആയപ്പം നമ്മൾ കൊണ്ടോട്ടി പർച്ചേസിങ്ങിന് പോവുകയാണ്. എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് കുറച്ച് പർച്ചേസിങ് ഉണ്ട്. ഒരു വാഷിംഗ് മെഷീനൊക്കെ വാങ്ങിക്കണം. ഈ നമ്മൾ നോമ്പ് പരിപാടിയൊക്കെ ആയിട്ട് ഒരുപാട് അലക്കാനുണ്ട്. നമ്മളെ വാഷിംഗ് മെഷീൻ കേടായിട്ടുണ്ട്. അപ്പോൾ പുതിയത് വാങ്ങാനും പിന്നെ കുറച്ച് അല്ലിച്ചില്ലി വാങ്ങാൻ വേണ്ടി ഞാനും ഉമ്മയും പോവാണ്. ഹസറ്റ് ഇതവിടെ മാറ്റി വെയിറ്റ് ചെയ്യുന്നത്. ഉമ്മ അത് അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ പോവല്ലേ ഉമ്മ? പുതിയ സാരിയൊക്കെ എടുത്ത് മൊഞ്ചായിണല്ലോ. എങ്ങോട്ടാ പോണേ? അടുക്കളയിൽ നിന്നും പോകുമ്പോഴൊക്കെ ഒരു സാരിയാണ്. എങ്ങോട്ടാ പോകുന്നേ? ചെറിയൊരു ഷോപ്പിംഗ് അല്ലേ? പെണ്ണുങ്ങളെ ഷോപ്പിംഗ് എങ്ങനെയെന്ന് നിങ്ങൾ കണ്ടോളി ഗൈസ്. അപ്പം അതാ നമ്മുടെ ഉന്തുവണ്ടിയിൽ നമ്മൾ ഇറങ്ങിയാണ്. യെസ് എപ്പില്ല ഇവിടെ. ഓ അതെന്താ പൊടി ഇടാൻ പാടില്ല. പൊടി ഇതിൻ്റെതായിട്ടുള്ള പൊടി ഇടാം. അധികം ലിക്വിഡ് പറയാം. അപ്പം നമ്മൾ ഇന്ന് കൊണ്ടോട്ടി പോയിട്ടാണ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ഉമ്മാനി എന്നെയും കൊണ്ടിട്ടാണ് ഇക്ക വന്നിട്ടുള്ളത്. ഇക്ക നമ്മളോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞതായിരുന്നു. ഇവിടെ പോയാലേ പിന്നെ പെണ്ണുങ്ങളെ കാര്യമാണല്ലേ, എന്തെടുക്കണത് ഭയങ്കര കൺഫ്യൂഷൻ തന്നെയാണ് കേട്ടോ. ഇവിടെ ഗ്യാസ് സ്റ്റവ് നല്ല അടിപൊളി കാണുമ്പോൾ അങ്ങോട്ട് പോകും കണ്ണ്, അല്ലെങ്കിൽ എന്താണ് കാണുന്നത് അങ്ങോട്ട് ഞങ്ങൾ രണ്ടുപേര് കണ്ണു പോകുന്നു കേട്ടോ. അതെല്ലാവരും അങ്ങനെ തന്നെ. കാരണം പർച്ചേസിങ്ങിന് ഇറങ്ങിയാൽ പിന്നെ ഒരുപാട് നല്ല നല്ല കളക്ഷൻ കാണുമ്പോൾ ഉമ്മതാ നല്ല അടിപൊളി സ്റ്റവ് ഉണ്ട് അപ്പോൾ അങ്ങോട്ട് നോക്കുന്നത്. ഇങ്ങനത്തെ ഒന്ന് വാങ്ങിയാലോന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ നോക്കിയതിന് നല്ല റേറ്റ് ഉണ്ട്. 40-300 എന്തോ റേറ്റ് വരുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള ഇതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളൊരു വാഷിംഗ് മെഷീൻ എടുക്കാനാണ് വന്നിട്ടുള്ളത്. കാരണം നോമ്പിൻ്റെ പരിപാടിയൊക്കെ ആയിട്ട് ഒരുപാട് അലക്കാനുണ്ട്. കാരണം നമ്മളെ വാഷിംഗ് മെഷീൻ കുറേ നാൾ പഴക്കമുള്ളതാണ്. കാരണം ഇവിടെ ഈ വീട് എടുത്ത അന്നത്തെ വാഷിംഗ് മെഷീൻ ആയിരുന്നു. അതിപ്പോൾ കേടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുതിയൊരു വാഷിംഗ് മെഷീൻ വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ്. കാരണം നമുക്ക് വലിയ ബെഡ്ഷീറ്റൊന്നും ഒരിക്കലും നമുക്ക് ഒറ്റയ്ക്ക് അലക്കാൻ കഴിയില്ല. പിന്നെ ഇപ്പോൾ കുറേ ഗ്യാപ്പ് ഇട്ടത് എന്താണെന്ന് വെച്ചാൽ വാഷിംഗ് മെഷീൻ കണ്ടാൽ നമ്മളൊരു സ്വഭാവമുണ്ട്, നമ്മൾ എല്ലാ സംഭവവും വാഷിംഗ് മെഷീനിൽ അലക്കൂലേ. പക്ഷെ ഞാൻ അതെങ്കിലും ഒരു തടി അനങ്ങിയുള്ള പണിയല്ലെന്ന് വിചാരിച്ചിട്ടാണ് വാഷിംഗ് മെഷീൻ ഇത്രയും ഡിലേ ആക്കിയിട്ടുണ്ടായിരുന്നത്. ഞാൻ അല്ലാതെ തന്നെ കല്ലിലാണ് അലക്കൽ. പക്ഷേ ഇപ്പോൾ വാഷിംഗ് മെഷീൻ വാങ്ങൽ നിർബന്ധമായിട്ടുണ്ട്. കാരണം ഒരുപാട് നമ്മൾ നോമ്പ് നനച്ചുളിയായിട്ട് ഒരുപാട് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ അലക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം ഇല്ലാന്ന് നമുക്കൊരിക്കലും പറ്റൂല. കാരണം അത്രയും വലിയ ബെഡ്ഷീറ്റൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വലിയ കട്ടിയുള്ള പുതപ്പൊക്കെ ആകുമ്പോൾ നമുക്ക് എന്തായാലും അത് വെള്ളത്തിലിട്ടാൽ നല്ല രീതിയിൽ അത് ഇതാവുമല്ലോ. അപ്പോൾ നമുക്കത് പൊക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് വേണ്ടി ഫുൾ ഓട്ടോമാറ്റിക്കാണ് നമ്മളിപ്പോൾ വാങ്ങാൻ വന്നിട്ടുള്ളത്. സാംസങ്ങിൻ്റെ ആണ് നോക്കിയിട്ടുള്ളത്. കാരണം കഴിഞ്ഞ ദിവസം എൻ്റെ വീട്ടിൽ ഇതേ സെയിം വാഷിംഗ് മെഷീൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് ഉമ്മാക്ക് നല്ല അടിപൊളിയാന്ന് പറഞ്ഞപ്പോൾ സെയിം വാഷിംഗ് മെഷീൻ തന്നെ നമ്മൾ എടുക്കാൻ വന്നിട്ടുള്ളത്. ബ്ലാക്ക് ഒരു ആഷ് കളറും ടച്ച് ഉള്ളതാണ്. നല്ല സ്റ്റൈലുണ്ട് കാണാൻ വേണ്ടിയിട്ട്. സാംസങ്ങിൻ്റെതാണ്. അപ്പോൾ 22 അങ്ങനെ എന്തോ ആണ് റേറ്റ് പറഞ്ഞത്. ഫുൾ ഓട്ടോമാറ്റിക് ആണ്. അതാണ് നമ്മൾ വാങ്ങിക്കുന്നത്. അപ്പോൾ അത് ഉമ്മയും ഞാനും സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഉമ്മാക്കും എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. പിന്നെ അതവിടെ ഓവനും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാത്തിനും പോയിട്ട് കുറേ നേരം നോക്കിയിരുന്ന് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിത് ഓരോന്ന് നോക്കുകയാണ്. ഉമ്മ എന്താ എടുക്കണ്ടേ? കൺഫ്യൂഷനാ. ഉമ്മാക്ക് ഇതാ ഭയങ്കര കൺഫ്യൂഷൻ കേട്ടോ, എന്തെടുക്കണം എന്നുള്ള. എന്തിൻ്റെ വിലമ്മ? പാത്രങ്ങൾ
അപ്പോൾ നമ്മൾ ഷോപ്പിങ്ങിനൊക്കെ പോയി അവിടെ നമ്മൾ ഇതാ വാഷിംഗ് മെഷീനൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാ ഇക്ക കുടിക്കുന്ന സ്ഥിരം ഒരു ഷോപ്പുണ്ട്, അവിടെ പോയിട്ട് ജ്യൂസൊക്കെ വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഷോപ്പിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മൾ പോയിട്ടുണ്ട്. കൽപ്പകയൊക്കെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ എല്ലാവരും പലതരം ഇതാണ് കഴിക്കുന്നത്. ഉമ്മാണി ലൈറ്റ് കട്ടൻ ചായ, ഹസു ആണെങ്കിൽ ഓറഞ്ച് ജ്യൂസ്, ഇക്കസ് ചായ, ഞാനിതാ മാംഗോ ജ്യൂസ്, അങ്ങനെ എല്ലാവർക്കും പലതരമാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബഡ്ജറ്റിക്ക് പോയിട്ടുണ്ടായിരുന്നു. നല്ല ഓഫർ ഉണ്ടല്ലോ ഇപ്പോൾ ഹൈപ്പർ മാർക്കറ്റിലൊക്കെ. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് പർച്ചേസിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ ഇതാ ഞാൻ സ്ട്രോബെറി, അതുപോലെ തന്നെ സാലഡ്, അങ്ങനെ കുറേ സംഭവത്തിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ഒക്കെ എടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഡയറ്റിങ്. ഓവറായിട്ട് തുടങ്ങിയിട്ടില്ല, മെല്ലെ മെല്ലെ തുടങ്ങാനേ കഴിയുള്ളൂ. കാരണം ഇപ്പോൾ കുറേ കാലത്തിന് ശേഷം വീണ്ടും സ്റ്റാർട്ടിങ് ചെയ്യാണ് ഡയറ്റിങ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ കട്ടത്തൈരും കുറച്ച് ഫ്രൂട്ടും സാലഡും ഒക്കെ ആണ് ഇപ്പോൾ കഴിക്കാറ്. പിന്നെ ഇതാ നമ്മൾ ബഡ്ജറ്റിൽ നല്ല കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് നമുക്ക് അവിയലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ കുറേ സംഭവം വാങ്ങിക്കുന്നുണ്ട്. പിന്നെ അത് ഉമ്മ മുന്തിരി എടുക്കണം എന്ന് പറഞ്ഞാൽ മുന്തിരിയൊക്കെ എടുക്കുന്നുണ്ട്. മുന്തിരിക്കും പച്ചക്കറിക്കൊക്കെ നല്ല റേറ്റ് കുറവിലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നല്ല ഓഫറാണ് ഇപ്പോൾ എല്ലാ ഹൈപ്പർ മാർക്കറ്റിലൊക്കെ. ഇപ്പം നമുക്ക് എന്തെങ്കിലും പർച്ചേസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമ്മൾ ഹൈപ്പറിലൊക്കെ പോകുന്നതായിരിക്കും ബെറ്റർ എനിക്ക് തോന്നുന്നത്. നല്ല റേറ്റിന് ഡിഫറൻറ്റ് ഉണ്ട് കേട്ടോ. കാരണം ഓരോ ദിവസം ഓരോ ഓഫർ ആയിരിക്കും. പക്ഷേ നമ്മൾ ഇന്നലെ വന്ന ടൈമിൽ അത്യാവശ്യം ഓഫർ ഉണ്ട്. അപ്പം നമ്മളിതാ കുറച്ചൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് പിന്നെ ഷോപ്പിംഗ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള സംഭവം. എനിക്കെന്നല്ല, മൊത്തത്തിൽ എല്ലാ പെൺകുട്ടികൾക്കുള്ള കുഴപ്പം തന്നെയാണ്. അവർ പർച്ചേസ് ചെയ്തിരിക്കുന്ന ഭയങ്കര രസമായിരിക്കും. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യൂസ് ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഡെയിലി ലൈഫായിട്ടുള്ള വ്ളോഗുകളായിരിക്കും നമ്മളെ വീഡിയോയിലുള്ളത്. നമ്മൾ ഫാമിലി വ്ളോഗാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ വീട്ടിലെ ഓരോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നമ്മളെ വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ അതാ നമ്മളിതിങ്ങനെ ഓരോന്നായിട്ട് പർച്ചേസ് ചെയ്തെടുക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആപ്പിളിനായാലും ഓറഞ്ചിനായാലും ഒക്കെ ഭയങ്കര ഓഫറായിട്ട് തോന്നി. അപ്പോൾ അതൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ വെജിറ്റബിളും അതുപോലെ തന്നെ ഫ്രൂട്ടൊക്കെയാണ് കൂടുതൽ കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറേ അങ്ങനത്തെ ഐറ്റംസാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അല്ലേ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് സന്തോഷമായില്ലേ? ഒരു അടിപൊളി സംഭവം. പേര് ഹൈപ്പർ മാർക്കറ്റിൽ ഫ്രൂട്ട് സലാഡാണോ? ഇങ്ങനെയാണോ? ഇങ്ങനെയാണോ? എന്താ ജ്യൂസ് പറഞ്ഞില്ലേ? അപ്പം നമ്മളിതാ കീപ്പറാക്ക അതിന് എരിവില്ലാത്ത ടേസ്റ്റ് ഉണ്ടോ? ജോലി കാണണം. ഉമ്മാക്ക് വന്നിട്ടപ്പോൾ പോരല്ലോ, ഇനിയും വേണമല്ലോ. എന്താ ടേസ്റ്റ് ഇല്ലേ? ഞാൻ കഴിച്ചോളാം. ഉമ്മ നല്ല തട്ടിട്ടുണ്ട്, എനിക്ക് തരാതെ കേട്ടോ. ഇത് 15 അതില്ല. അപ്പോൾ നമ്മൾ ഓൺലൈൻ സ്റ്റോറിലുള്ള പുതിയ അടിപൊളിയായിട്ടുള്ള പാർട്ടി വെയർ സെറ്റുകൾ വന്നിട്ടുണ്ട്. കുറേ പേര് നമ്മളെ വീഡിയോയിൽ കാണിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ വന്ന സ്റ്റോക്ക് ഞാനിതാ വീഡിയോയിൽ ജസ്റ്റ് കാണിച്ചു തരാം. ഇതിൻ്റെ ബാക്കിലായിട്ട് ഞാൻ ഫോട്ടോസും ചെയ്യട്ടോ. നമ്മൾ ഇൻസ്റ്റഗ്രാം വഴി നിങ്ങൾക്ക് നോക്കിയാൽ ഒരുപാട് അപ്ഡേഷൻ ചെയ്തിട്ടുണ്ട്, അതിലൊന്ന് കയറി നോക്കുക. ഇൻസ്റ്റഗ്രാമിൻ്റെ ഐഡിയും അതുപോലെ തന്നെ എൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ഞാൻ ഇതിൽ തന്നെ മെൻഷൻ ചെയ്യാം കേട്ടോ. നല്ല ഹെവി ആയിട്ടുള്ള നല്ല അടിപൊളി പാർട്ടി വെയർ ആണ്. സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കൊക്കെ വന്നിട്ടുള്ളതാണ്. അത്യാവശ്യം നല്ല ഹെവിയാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇതിലിതാ 3 കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നല്ല അത് 3 നല്ല അട്രാക്ഷൻ ചെയ്യുന്ന കളറാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ. ലാർജ് XL XXL ഒക്കെ അവൈലബിൾ ആണ്, അത് ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ. അപ്പോൾ ഇൻസ്റ്റഗ്രാം വഴി നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം കേട്ടോ. അപ്പോൾ റോസ് പെറ്റൽസ് എന്നുള്ള പേജിലൂടെ ഓർഡർ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഐഡി ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നല്ല അടിപൊളിയായിട്ട് മെറ്റീരിയലിനെ കുറിച്ച് പറയണം, അടിപൊളിയാണ്. ഒരു തരത്തിലുള്ള
രീതിയിലുള്ള ഡാമേജും കാര്യമൊന്നും ഇല്ലാത്ത അടിപൊളി പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മളെടുത്ത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല. നമ്മൾ ഗൂഗിൾ പേയിലോ ഫോൺ പേയിലോ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് പേ ചെയ്തുതരാം. നമ്മൾ പോസ്റ്റ് വഴി അല്ലെങ്കിൽ DTDC വഴിയാണ് കൊറിയർ സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ടുള്ള കളേഴ്സ് തന്നെയാണ്. കുറേ പേര് നമ്മൾ നോർമലി ടൈപ്പൊക്കെ ചെയ്തപ്പോൾ ഇപ്പോൾ ഇനി ഇതല്ലേ വരുന്നത്, അപ്പോൾ കുറച്ച് ഹെവി ആയിട്ടുള്ള പാർട്ടി വെയർ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ യൂസ് ചെയ്യുന്ന ടൈപ്പാണ് കേട്ടോ കുറേ പേര് പറയുന്നത്. കാരണം ഞാൻ യൂസ് ചെയ്യൽ അത്യാവശ്യം നല്ലൊരു ഹെവി പാർട്ടി വെയർ ആണ്. അപ്പോൾ ആ ഒരു ടേസ്റ്റ് വരുന്നതാണ് ഞാനിപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള ഓൺലൈൻ സ്റ്റോറിൽ. അപ്പോൾ ഇതാ നമ്മൾ എടുത്ത്